വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ കുട്ടിയെ കൊന്നത് അത് 302 പരിധിയിൽ വരുന്നില്ല എന്നാണ് വയനാട് SP ടി നാരായണനും DYSP സജീവിൻ്റെ അഭിപ്രായത്തിൽ. സിദ്ധാർത്ഥിനെ 3-4-5 ദിവസം അവിടെ ഒരു സംഘം വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ച് പട്ടിണിക്കിട്ടു. അദ്ദേഹത്തിനെ കൊന്നു കെട്ടിത്തൂക്കി എന്നാണ് പൊതുവെ ഇപ്പം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. കൊന്നിട്ടല്ല, മർദ്ദനം മൂലം ബോധം മറഞ്ഞു കിടന്ന ആളെ അയാൾ സ്വയം തൂങ്ങി മരിച്ചു എന്നാക്കി തീർക്കാൻ അവര് അശക്തനായ, നടക്കാൻ പോലും അശക്തനായ സിദ്ധാർത്ഥിനെ ഒരു മുണ്ട് ഉപയോഗിച്ച് കെട്ടിത്തൂക്കി. എന്നിട്ടത് സിദ്ധാർത്ഥ് സ്വയം മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തെന്ന് ആക്കി തീർക്കാനുള്ള ശ്രമം ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി മരിക്കുന്നതിന് ഒരാഴ്ച നിരന്തരം പീഡനമായിരുന്നു, പട്ടിണിക്കിട്ട് പീഡനമായിരുന്നു. വിദ്യാർത്ഥി നേതാക്കൾ, SFI വിദ്യാർത്ഥി നേതാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ക്രിമിനൽസും അതിനോട് സഹകരിക്കുന്ന കുറെ ക്രിമിനൽസും ചേർന്ന് മൃഗീയമായി മർദ്ദിച്ചു കൊന്ന കേസാണ്. അതിൻ്റെ പ്രാഥമിക കുറ്റചാർജ് ഇപ്പം CBI കൊടുത്തു. ആ കേസ് CBIക്ക് കൈമാറണം എന്ന് സിദ്ധാർത്ഥന്റെ പിതാവും അമ്മയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു, സംസാരിച്ചു. മുഖ്യമന്ത്രിക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അപ്പോൾ തന്നെ CBIക്ക് കൊടുക്കാൻ ഉത്തരവാക്കി. പക്ഷേ CBIയിൽ ആ കേസിന്റെ ഗവൺമെന്റ് ഉത്തരവ് ടേക്ക് ഓവർ ചെയ്യണമെന്നുള്ള ആ ഉത്തരവ് എത്താൻ ആഴ്ചകളെടുത്തു. സിദ്ധാർത്ഥന്റെ പിതാവ് അതിനെതിരായി സമരവുമായി രംഗത്ത് വന്നു. എവിടെയോ കാര്യമായ തകരാറ് സംഭവിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഗവൺമെന്റ് അത് അംഗീകരിച്ചു. പിന്നീട് അതിനുശേഷം തടസ്സം എന്താണെന്ന് കണ്ടുപിടിച്ചു. ആഭ്യന്തര വകുപ്പിലെ 3 സ്ത്രീകൾ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ താഴോട്ടുള്ള 3 പേര് അത് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം അഫയേഴ്സിൽ എത്താൻ താമസമെടുത്തു. സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18, 2024 മരിച്ചത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്. പക്ഷേ ആ കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ CBI ഏറ്റെടുക്കണമെന്ന് ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചെങ്കിലും ഹോം ഡിപ്പാർട്ട്മെന്റിൽ ചില തടസ്സങ്ങളുണ്ടായി. പിന്നെ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ DYSP ഇവിടുന്ന് പോയി കൊണ്ടുപോയി അത് സെൻട്രൽ ഗവൺമെന്റിൽ ഏൽപ്പിച്ചു. ഉത്തരവ് പെട്ടെന്ന് ഉണ്ടായി. അങ്ങനെ CBI SP ഡൽഹിയിലെ സുന്ദർ വേലുവിന്റെ നേതൃത്വത്തിൽ അവർ വന്നു, വളരെ പെട്ടെന്ന് ഇവിടെ എത്തി. ഉത്തരവ് കിട്ടിയ ഉടൻ പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു കേസ് ടേക്ക് ഓവർ ചെയ്തു. ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. 6/4 ഈ മാസം 6-ാം തീയതി ആണ് CBI അന്വേഷണം എത്തിയത്. അത് ഏറ്റെടുക്കാനുള്ള കാലതാമസങ്ങൾ വരുത്തിയവരെ 3 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാഥമിക കുറ്റാന്വേഷണം ഇപ്പോൾ CBI കൊടുക്കാൻ നിർബന്ധിതരായി. കാരണം 20ഓളം കുട്ടികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവര് ആ ലോക്കൽ പോലീസിന്റെ DYSPയുടെയും അവിടുത്തെ SP അന്വേഷണത്തിലെ 307 വരെ കൊലപാതക അറ്റംപ്റ്റ് ടു മർഡർ വരെ ചെന്നുള്ളൂ. അവരിപ്പോഴും റാങ്കിങ്ങിലാണ് ഈ സംഭവിച്ചെന്നുള്ള ആ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റാങ്കിങ് ഒക്കെ ചെറിയ മൈനറായ ചില ഉന്തും തള്ളിനും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന റാങ്കിങ്ങിന്റെ പരിധി വരുന്ന ഒരു ഒഫൻസും ഇല്ലാത്തില്ല. അതിൽ മേജർ ഒഫൻസസ് ആണ്. ഇത് കൊലപാതകമാണ്. പക്ഷേ അവിടുത്തെ DYSP TN സജീവനും SP-ക്കും ഇതൊരു കൊലപാതകമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന സ്ഥലക്കാണ് CBI അന്വേഷണം വരുന്നത്. CBI അതൊരു മർഡറാണോ അതോ ഒരു അറ്റംപ്റ്റ് മർഡർ മാത്രമേ ഉള്ളൂ
മറ്റു മുഴുവൻ പീഡനമായിരുന്നു. എന്ത് സംഭവിച്ചാലും ആരോഗ്യമുള്ളൊരു കുട്ടിയെ പീഡനത്തിനെ തുടർന്ന് മരണം നടന്നു. കൊലപാതകമല്ലാതെ വേറെ എങ്ങോട്ട് പോകാൻ? അതൊരു ഡിവൈഎസ്പിയോ ഒരു എസ് പിയോ വിചാരിച്ചാൽ നടക്കില്ല. അത് ഏതായാലും CBI രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികള് ചെയ്ത കുറ്റങ്ങള് 7 വർഷത്തിനകം വരെയുള്ള തടവ് ശിക്ഷ കിട്ടുന്നതാണ് എന്നാണ് ലോക്കൽ പോലീസിന്റെ അന്വേഷണ വിവരം. അവര് അത് 60 ദിവസം കഴിഞ്ഞാൽ റിമാൻഡിൽ കിടക്കുന്ന പ്രതികൾക്ക് ജാമ്യം ലഭിക്കാം. 7 വർഷത്തിനകം മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ. ഏതായാലും CBIക്ക് കാര്യം മനസ്സിലായി. സടകുടഞ്ഞ് അവർ എഴുന്നേറ്റു. അവർ വളരെ പെട്ടെന്ന് ഇതുവരെ ലോക്കൽ പോലീസ് അന്വേഷിച്ച ഒഫൻസുകളെല്ലാം വെരിഫൈ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമികമായ കുറ്റച്ചാർജ് അവരിപ്പം CBI കോടതി, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു കഴിഞ്ഞു. വളരെ തന്ത്രപരമായ നിയമപരമായ സൂക്ഷ്മതയോടുകൂടി CBI നീങ്ങി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ പ്രതികൾ ജാമ്യത്തിൽ പോയി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കും, സാക്ഷിയായിട്ട് വരുന്നവരെ വിരട്ടും, ഭീഷണിപ്പെടുത്തും. അതിനൊന്നും ഇവിടുത്തെ അവരുടെ സ്വാധീനം കൊണ്ട് ഒരു കേസും എടുക്കാൻ പോകുന്നില്ല. ഉള്ള കേസ്, ഉള്ള തെളിവുകൾ നശിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. അവർ പുറത്തിറങ്ങാതിരിക്കാൻ CBI തന്ത്രപരമായി അവര് ചാർജ് ഷീറ്റ്, പ്രാഥമികമായ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു. ഇനി അന്വേഷിക്കുകയാണ്. മർഡർ വരുന്നെങ്കിൽ അടുത്ത കുറ്റച്ചാർജ് കൂടെ കൊടുക്കാം. ഏതായാലും ഈ 20ഓളം പേര് അറസ്റ്റ് ചെയ്തവര്, അവരുടെ കൂടെ ഇനിയും കുറച്ച് കുട്ടികൾ പ്രതിസ്ഥാനത്ത് വരണം. വൈസ് ചാൻസലർ വരണം. കാരണം വൈസ് ചാൻസലറെ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നടപടിയൊന്നും എടുത്തില്ല, അത് തടയാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞ് കേരള ഗവർണർ സസ്പെൻഡ് ചെയ്തു. അതിനെതിരായിട്ട് വൈസ് ചാൻസലർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കൃത്യമായി അത് ഒബ്സർവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഗവർണർക്ക് ഒരു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. പ്രത്യേകിച്ച് ഒരു കുട്ടിയെ കൊന്ന സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഇന്നാക്റ്റീവായിട്ടിരുന്നു. അദ്ദേഹം പോലീസിനെ വിളിച്ച് അത് തടയണമായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായ ചിന്തകൾ വരുമ്പോൾ പോലീസിനെ ക്യാമ്പസിനകത്ത് കയറ്റൂല, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കില്ല. അപ്പോൾ അത് ഒരു മരണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്, ഒരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ. ഒരു കുട്ടി, ഏക മകനായ ആ കുടുംബത്തിന് സിദ്ധാർത്ഥനെ നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ പല സന്ദർഭത്തിലും പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ഓമനിച്ച് വളർത്തി വെറ്റിനറി ആക്കാൻ ശ്രമിച്ച ആ മാതാപിതാക്കൾ ചില ക്രിമിനലായ കുട്ടികളുടെ സഹപ്രവർത്തകരുടെയും അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെയൊക്കെ കഴിവുകേട് കൊണ്ട്, അവരുടെയൊക്കെ ക്രിമിനൽ സ്വഭാവം ഉള്ളത് കൊണ്ട് ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രാഥമിക കേസ് കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവർ ജാമ്യത്തിൽ പോവില്ല. വളരെ വേഗത്തിൽ 1 മാസം 2 മാസത്തിനകം, അടുത്ത 30 ദിവസത്തിനകം ആ കേസ് മർഡർ ആണോ ഇല്ലയോ എന്ന് CBI നിശ്ചയിക്കും, കുറ്റച്ചാർജ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്വേഷണം തുടക്കത്തിലെ പാളിപ്പോയി. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കാരണം അന്വേഷണം പാളുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ഇത് കേസ് അന്വേഷിച്ചാലും അദ്ദേഹത്തിന് രാഷ്ട്രീയ ചിന്ത മുതലും അല്ല രാഷ്ട്രീയ സ്വാധീനം മുതലും യഥാർത്ഥ പോകേണ്ട വഴി കൂടെ പോകില്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും 302 വരണം. ആ കേസിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ കഴുത്തിന്റെ പിന്നിൽ മാരകമായ ഒരു മുറിവുണ്ട്. ആ മിഡിലോ ഒബ്ലാങ്കോട്ടയുടെ അവിടെ തന്നെയാണ് ആ മുറിവ്. അങ്ങനെ ഒരു മുറിവുള്ള ഒരാൾക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല, മരണത്തിലേക്ക് പോകും. അത് തന്നെ ഇവിടെ സംഭവിച്ചു. അതിനു മുമ്പ് അവർ കെട്ടിത്തൂക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അവർക്ക് സഹായമായ, പ്രതികൾക്ക് സഹായമായ ഒരു സൂയിസൈഡിന്റെ സിംറ്റംസ്, സൂയിസൈഡ് ആണ്. സൂയിസൈഡ് 2 വിധത്തിലാകാം. സ്വയം കെട്ടിത്തൂങ്ങാം, മറ്റുള്ളവർ കെട്ടിത്തൂക്കാം. രണ്ടും ഒരേ സിംറ്റം കാണിക്കും. പക്ഷേ ഒരു സൂയിസൈഡിന്റെ സിംറ്റം കാണിച്ചുകൊണ്ട് ഇതൊരു സൂയിസൈഡാണ്, ഹോമിസൈഡ് അല്ല എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം വരുന്നത്. പക്ഷെ അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും കോടതിയിൽ. കോടതി അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒരാളെ, ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ നമ്മൾ തൂക്കിയാൽ അയാൾക്ക് ഒരു സൂയിസൈഡിന്റെ എല്ലാ സിംറ്റവും, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സലൈവ ഒഴുകി വയറിന്റെ ഭാഗത്ത് വീണെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് അത് കറക്റ്റ് ഒരു സൂയിസൈഡ് ആണ് എന്ന് പറയുന്നത്. സൂയിസൈഡ് എന്ന് പറയാനൊക്കത്തില്ല. അത് സൂയിസൈഡും ആകാം, സ്വയം തൂങ്ങാം, മറ്റൊരാൾക്ക് തൂക്കുകയും ചെയ്യാം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതൊരു കൊലപാതകത്തിലേക്ക് പോകും. CBIയുടെ അന്വേഷണം ആ രീതിയിലേക്ക് വരും.
അവർ ഡമ്മിയൊക്കെ അവിടെ പരിശോധിച്ചു. ആ മുറിയിലെ അദ്ദേഹത്തിൻ്റെ ഒരു കാല് തറയെ തൊട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു സൂയിസൈഡ് ആകാനുള്ള സാധ്യത വളരെ മങ്ങി. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ കേസിലെ ക്രിമിനലായ കുട്ടികളെ അവരെ കൊലക്കേസ് പ്രതികളാക്കി അവരെ ശിക്ഷിപ്പിക്കുന്നത് വരെ അന്വേഷണങ്ങൾ നീളും. CBI ആ രീതിയിലേക്ക് വരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.